പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മളെ 14 ദിവസത്തെ യാത്രയിലെ 11ാമത്തെ ദിവസമാണ് ഇപ്പൊ നമ്മളുള്ളത്. യാത്രയിലെ അനുഭവം എന്ന് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങള് 15-ാം തീയതിയാണ് എറണാകുളത്തുനിന്ന് യാത്ര തുടങ്ങിയത്. ആഗ്ര, കാശ്മീർ, താജ്മഹൽ, അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു. അതിനെ ഈ സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ സന്ദർശിക്കുമ്പോഴും 2 കോർഡിനേറ്റർമാർ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവർ വളരെ ഡീപ്പായിട്ട് തന്നെ മറ്റൊരു ഗൈഡിന്റെ സഹായം പോലും ഇല്ലാതെ ഡീപ്പായിട്ട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. വന്നതെന്ന് സംശയം തോന്നും. വേറൊരു സംസ്കാരവും വേറെ ഭാഷയും വേറെ വേഷവിധാനങ്ങളും എല്ലാം മറ്റൊരു രാജ്യത്തിൽ എത്തിച്ചേർന്ന ഒരു പ്രതീതിയാണ്. നമ്മുടെ ഭാഷയല്ല, നമ്മുടെ വേഷമല്ല, നമ്മുടെ സംസ്കാരമല്ല, അതാണ് നമ്മുടെ ഇന്ത്യ. അതായത് ഒരു ചൊല്ലുണ്ടല്ലോ, വൈവിധ്യം. നമ്മളിങ്ങനെ കൊച്ചുനാളിലോട്ടെ സ്കൂളുകളിൽ പഠിക്കുന്നതാണ്, കണ്ടപ്പോഴാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഒരുപാട് വൈവിധ്യമാർന്ന കാഴ്ചകളാണ് ഈ യാത്രയിൽ. ഇവിടെ ഡൽഹിയിലെത്തിയപ്പോൾ ഈ കോർഡിനേറ്റർമാര് കാണുന്ന സ്ഥലത്തെ പറ്റി വളരെ ഡീപ്പായിട്ട് പറഞ്ഞു തരികയും പിന്നെ നല്ലൊരു കെയർ ആയിരുന്നു. ഇത്രയും വളരെ കൊച്ചു കുഞ്ഞുങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. 2.5 വയസ്സും 3.5 വയസ്സുമുള്ള കുട്ടികൾ, അതുപോലെ തന്നെ 80 വളരെ പ്രായമുള്ള അമ്മമാര്, ഒറ്റയ്ക്ക് വന്ന അമ്മമാര്. ഞാൻ തന്നെ ആദ്യം വിചാരിച്ചു ഇത്രയും പ്രായമുള്ള സ്ത്രീകൾ ഒറ്റയ്ക്ക് വന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിൽ വിചാരിച്ചതാണ്. പക്ഷെ ഈ കോർഡിനേറ്റർമാര് അവരുടെ മക്കളെ പോലെ കൊണ്ടു നടക്കായിരുന്നു. ഈ ഇത്രയും മഞ്ഞ് കാശ്മീരിലും ഈ സ്ഥലങ്ങളിലൊക്കെ മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അവിടെ എല്ലാം ഇവര് ഒന്നും ബസ്സിനകത്ത് ഇരിക്കുകയല്ലായിരുന്നു. ഇവരെല്ലാം ഈ കുഞ്ഞുങ്ങളെല്ലാം ഈ മഞ്ഞിനകത്ത് കളിക്കുകയായിരുന്നു. ഈ അമ്മമാര് ഇവരെല്ലാം അവര് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഈ കോർഡിനേറ്റർമാർ കൊടുത്തു. അവരെ കൂടെ കൊണ്ട് നടക്കുകയായിരുന്നു. ഇവരൊന്നും ഇപ്പൊ ഇത്രയും മഞ്ഞുണ്ടെന്ന് വിചാരിച്ചിട്ട് അവര് റൂമിലിരിക്കുകയോ ബസ്സിലിരിക്കുകയോ ഒന്നും ആയിരുന്നില്ല. അതാണ് പ്രത്യേകത. അത് കഴിഞ്ഞ് തിരിച്ചിത്രയും ദിവസമായിട്ട് ഒരു അസുഖവും പനിയോ ഈ കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു അസുഖവും ഉണ്ടായില്ലെന്നുള്ളത് വളരെ ഒരു പ്രത്യേകം. ഞാൻ ഇതിനു മുൻപ് ഒരുപാട് ടൂർ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും, അല്ലെങ്കിൽ പിന്നെ മരുന്നുകൾ കൊടുക്കേണ്ടി വരും, അവശതയിലാവും, പിന്നെ ഫ്ലൈറ്റിൽ കയറ്റി വിടേണ്ടി വരും. ഇത്രയും അംഗങ്ങളും ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ആയി മാറി. എല്ലാവരും നല്ല കോപ്പറേഷൻ ആയിരുന്നു. അത് കോപ്പറേഷൻ ആകാൻ കാര്യം തന്നെ ഇന്നലെ ഞങ്ങള് ഈ ടൂറിന്റെ കോർഡിനേറ്റർമാര് കൂടെ ഒരു സപ്പോർട്ടാണ്. നല്ല ഭക്ഷണം, പിന്നെ കാശ്മീരിലെ അനുഭവം അത് പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമാണ്. അവിടെ ഞങ്ങള് അദ്ദേഹത്തിൽ ഭയങ്കര ലക്കായിരുന്നു. ഈ പ്രായമായ ആളുകളൊക്കെ അവിടെ ചെന്നപ്പോഴത്തേക്ക് കൊച്ചു കുട്ടികളായി മാറി. മഞ്ഞ് കിടന്ന് കളിക്കുകയും മഞ്ഞ് വാരി കളിക്കുകയും ഒക്കെ. പിന്നെ അതുപോലെ മഞ്ഞ് പെയ്യുന്ന ഒരു അനുഭവം, അത് പഹൽഗാമില് ബസ്സിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി ഈ മഞ്ഞ് പെയ്യുന്നത് അനുഭവിച്ചറിഞ്ഞു. മറ്റൊരിക്കലും വേറെ എവിടെ ചെന്നാലും ഇങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ടാകില്ല. അതൊക്കെ ഈ യാത്രയുടെ ഒരു പ്രത്യേകതയായിരുന്നു. താമസിച്ച റൂമുകളും അതുപോലെ നമ്മള് നല്ല റൂമുകള്, നമുക്ക് താമസ സൗകര്യങ്ങളെല്ലാം നല്ല സേഫ് ആയിരുന്നു.